ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ലക്കി ഗേൾ ഭാഗ്യ. ഇന്ന് ഞങ്ങളുടെ ഉണ്ണിപ്പെണ്ണിന്റെ 28 ഞങ്ങളുടെ ചരടികെട്ടൽ ചടങ്ങ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ അവൾ വന്നിട്ട് ഇന്നത്തേക്ക് 28 ദിവസമായി. പിന്നെ ഉണ്ണിയുടെ ലൈഫിലെ ആദ്യത്തെ ചടങ്ങുമാണിത്. ഞങ്ങൾ 28-ന് ചരട് കെട്ടാന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചടങ്ങ്. പിന്നെ പേര് വിളിക്കലൊക്കെ 90-നാണ് നടത്തല്. ഉണ്ണിയുടെ അച്ഛന് 2 ദിവസം മുന്നേ തിരിച്ചു പോണ്ടി വന്നു. അതുകൊണ്ട് അച്ഛൻ ഈ ഫംഗ്ഷൻ ഇല്ല. അതുകൊണ്ട് ഉണ്ണിയുടെ വല്യച്ഛനാണ് ചരട് കെട്ടണത്. 28 കെട്ടലിന് ആണ് ആദ്യമായിട്ട് കൺമഷി എഴുതിക്കുന്നതും കരിവള ഇടുന്നതും കുറി തൊടുന്നതൊക്കെ. അപ്പൊ അതൊക്കെയാണ് അച്ഛമ്മയും അമ്മായിയും ഒക്കെ കൂടെ ചെയ്യണത്. എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അത്ര നാളും ആളുണ്ടായിട്ട് ആ ഒരു ചടങ്ങിന് 2 ദിവസം മുന്നേ പോകേണ്ടി വന്നു. ആൾക്ക് ആ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഉണ്ണിയുടെ ആദ്യത്തെ ഒരു ചടങ്ങില് കൂടാൻ പറ്റാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വിഷമമുള്ള കാര്യമല്ലേ. പക്ഷെ എല്ലാ പ്രവാസികളെയും പോലെ അതിലങ്ങനെ കൂടാൻ പറ്റിയില്ല. ചരടേറ്റണ സമയത്തൊക്കെ ഉണ്ണി നല്ല വാശിയായിരുന്നു കേട്ടോ. എല്ലാവരെയും കാണല്ലേ, കുറെ ബഹളം, ചൂട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്ക് നല്ല കരച്ചിലായിരുന്നു. കുഞ്ഞിമുണ്ടൊക്കെ അഴിഞ്ഞു പോയി. ഞാനിങ്ങനെ കരയില്ല കരയില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആള് ഭയങ്കരമായിട്ട് ഇങ്ങനെ അലറി അലറി ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ണിയുടെ ലൈഫിൽ ആദ്യത്തെ ചടങ്ങ് നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ആളുടെ ആ കരച്ചിലൊക്കെ പിന്നെ ഫീൽ ചെയ്ത് ആൾ ഓക്കെ ആയിട്ടോ. അങ്ങനെ പിന്നെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങള് ചേട്ടനെ വിളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു ഉടുപ്പും. പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഫസ്റ്റ് ടൈം അല്ല അങ്ങനെ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഉടുപ്പും കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി കരിവളയൊക്കെ ഇട്ട് ഉണ്ണിനെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പൊ അങ്ങനെ വിളിച്ച് കാണിച്ചു കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു സന്ധ്യ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അങ്ങനെ സന്ധ്യയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു. ഇത് സദ്യ നന്നായി എന്നുള്ളതിന്റെ സൂചന കൊടുക്കാൻ.